ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്ന വൻ തിരിച്ചടിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തരാഖണ്ഡ് ഉപതിരഞ്ഞെടുപ്പിൽ മുന്നേറ്റവുമായി കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ഫലം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബദ്രിനാഥ്, മാംഗ്ലൂർ മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ലഖ്പത് സിംഗ് ബുട്ടോള ബദ്രിനാഥ് സീറ്റും ഗാസി നിസാമുദ്ദീൻ മാംഗ്ലൂർ സീറ്റുമാണ് വിജയിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ബദ്രിനാഥിൽ ആദ്യ അംഗത്തിനിറങ്ങിയ ബൂട്ടോളയ്ക്ക് 27,696 വോട്ടുകളാണ് ലഭിച്ചത്. ബിജെപിയുടെ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയെ 5,095 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. 3 തവണ MLA-യും മുൻ മന്ത്രിയുമായ ഭണ്ഡാരി 22,601 വോട്ടുകളാണ് നേടിയത്. കോൺഗ്രസ് വിട്ട ഭണ്ഡാരി ബിജെപിയിൽ ചേർന്നതിനെ തുടർന്നാണ് ബദ്രിനാഥ് സീറ്റിൽ മത്സരം നടന്നത്. നേരത്തെ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ ബിജെപി ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ വച്ചുപുലർത്തിയിരുന്ന ബിജെപിയുടെ തലക്കേറ്റ അടിയായിരുന്നു അവിടുത്തെ തോൽവി. ഇതിനു പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ദേവഭൂമിയായി കണക്കാക്കുന്ന ബദ്രിനാഥിലും അവർക്ക് അടിതെറ്റുന്നത്. ഗർവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 14 നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് ബദ്രിനാഥും. ഇതിൽ ബദ്രിനാഥ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ബിജെപിയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജയം കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സര രംഗത്തിറക്കിയ ബിജെപി നയം മുളയിലെ നുള്ളാൻ അവർക്കായി. കോൺഗ്രസിനാവട്ടെ ഇത് തിരിച്ചുവരവിന്റെ തിരഞ്ഞെടുപ്പ് ഫലമാണെന്ന് നിസ്സംശയം പറയാം. ബദ്രിനാഥിന് പുറമെ സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് നടന്ന മാംഗ്ലൂർ മണ്ഡലത്തിൽ 3 തവണ MLA-യും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നിസാമുദ്ദീൻ ബിജെപിയുടെ കർത്താർ സിംഗ് ഭദാനയ്ക്കെതിരെ 422 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയം ഉറപ്പിച്ചത്. രണ്ടിടത്തും ബിജെപി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി. ഉത്തരാഖണ്ഡ് പ്രത്യേക സംസ്ഥാനമായി രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ ബിജെപി വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമായ മാംഗ്ലൂരിൽ കോൺഗ്രസ് ജയം ഉറപ്പായിരുന്നു. നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴത്തെ ഫലം നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അതേസമയം ആദ്യഫല സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത്. 13 സീറ്റുകളിൽ 11ഇടത്തും ഇന്ത്യ മുന്നണിയാണ് ആദ്യമേ ലീഡ് ചെയ്തിരുന്നത്. ഒരു മണ്ഡലത്തിൽ ബിജെപിയും ഒരു മണ്ഡലത്തിൽ JDU-വും മുന്നിട്ടു നിന്നതും ശ്രദ്ധേയമായിരുന്നു. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഈ സംസ്ഥാനങ്ങളിൽ 4 ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ്. ബാക്കിയുള്ളവയിൽ ബിജെപി അല്ലെങ്കിൽ NDA സർക്കാരുകളാണ് ഉള്ളത്. 13 മണ്ഡലങ്ങളിൽ 4 പശ്ചിമ ബംഗാളിലും 3 ഹിമാചലിലുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യ ഉപതിരഞ്ഞെടുപ്പാണിത്. ഹിമാചൽ പ്രദേശിലെ സുഖു സർക്കാർ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിക്കുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 6 നിയമസഭാ സീറ്റുകളിൽ 4ലും ജയിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി 6 കോൺഗ്രസ് MLA-മാരും 3 സ്വതന്ത്രരും ക്രോസ് വോട്ട് ചെയ്തിരുന്നു. ഈ കോൺഗ്രസ് MLA-മാരെ അയോഗ്യരാക്കുകയും ഉപതിരഞ്ഞെടുപ്പ് നടത്തുകയുമായിരുന്നു. അതിനിടെ സ്വതന്ത്രർ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നിരുന്നു. അവരുടെ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം നടന്നു. പശ്ചിമ ബംഗാളിൽ ബിജെപിയും തൃണമൂലും തമ്മിലായിരുന്നു മത്സരം.